ക്യാരറ്റും ബീൻസും വെച്ച് നല്ലൊരു ഒഴിച്ചുകറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം ഈ ഒഴിച്ചുകറി. ഇപ്പം ഒരു ബീൻസും ക്യാരറ്റും കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വേണം ഒരു തക്കാളി, ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കടുക് വറുക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളക്, കറിവേപ്പില. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് അരപ്പ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഒരു ശകലം പുളി, ഇത്ര പുളി മതി. ഇപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ അത് അടുപ്പിലാക്കിയിട്ട് പിന്നെ അരയ്ക്കാൻ പോയാൽ പാടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മുമ്പേ അങ്ങ് അരച്ച് വെച്ച് കറണ്ട് അങ്ങനെ പോയാൽ പണി കിട്ടും. അത് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീൻസൊക്കെ ഇത്ര വലിപ്പത്തിലാണ്, ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. അതേപോലെ തന്നെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനി അടുപ്പിലേക്ക് ആക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീർന്ന ഉടനെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പുറത്തോട്ട് മാറ്റി ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാളയും പച്ചമുളകും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വരണം. സവാള ഒന്ന് മൂത്ത് നിറം മാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. മീൻ കിട്ടിയില്ലെന്നുകൊണ്ട് വിഷമിക്കേ വേണ്ട. ഇതുപോലെ ഇത്തിരി മേടിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ വല്ലപ്പോഴും ഇതുപോലെ ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെഹക്ക വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം. പച്ചവെള്ളം വേണമെങ്കിലും ഒഴിക്കാം, തിളപ്പിച്ച വെള്ളം വേണമെങ്കിലും ഒഴിക്കാം. നമ്മളിത് അടച്ച് വേവിക്കുന്നതാണ്. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ കഷ്ണങ്ങൾ മെഹക്ക വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പാത്രം വെച്ച് അടച്ചതിന് ശേഷം ഈ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഇളക്കി അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ പറഞ്ഞ് ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി പുളി എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഈ പുളിക്ക് പകരം നമുക്ക് തൈര് കയ്യിലുണ്ടെങ്കിൽ പുളി ചേർക്കാതെ ഒരു 2 സ്പൂൺ തൈര് ഒഴിച്ച് അവസാനം ഇറക്കുമ്പം 2 സ്പൂൺ തൈര് ഒഴിക്കാം. 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഒഴിച്ചു കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയൊരു ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയും മതി, എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ക്യാരറ്റും ബീൻസും വെച്ച് നല്ലൊരു ഒഴിച്ചു കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഇതുപോലൊരു ഒഴിച്ചുകറി ഉച്ചയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതുപോലൊരു കറി ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇതിനകത്ത് നുള്ളിപ്പറക്കി തിന്നാനും ഉണ്ട്. ആളുകൾക്ക് ഒരു കറിയുടെ ഒരു കുറവ് വരത്തില്ല ഇങ്ങനൊരു കറി തയ്യാറാക്കി വെച്ചാൽ. ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.